കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ സെന്റൻസ് സ്ട്രക്ചറുകളൊക്കെ മനസ്സിലാക്കാനായിട്ടും പറ്റും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ കിങ് ആൻഡ് ദ ഗോഡ്സ്, രാജാവും ആടുകളും. ഇതാണ് കഥയുടെ തലക്കെട്ട്. വൺ ഡേ വൈൽ ഇൻ ദ മെഡോ എ ഡിസ്ഗൈസ്ഡ് കിങ് ആൻഡ് ഹിസ് മിനിസ്റ്റർ കെയിം അക്രോസ് എ മാൻ. വൺ ഡേ ഒരു ദിവസം, വൈൽ ഇൻ ദ മെഡോ, മെഡോ എന്നാൽ മൈതാനം, പുൽത്തകിടി, മേച്ചിൽ സ്ഥലം, ഇതൊക്കെയാണ് അർത്ഥം. വൈൽ എന്നാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്, അതിനിടക്ക്, ഇതൊക്കെയാണ് അർത്ഥം. വൈൽ ഇൻ ദ മെഡോ ഒരു മൈതാനത്ത് വെച്ച്, ഒരു മേച്ചിൽ സ്ഥലത്ത് വെച്ച്, എ ഡിസ്ഗൈസ്ഡ് കിങ് ആൻഡ് ഹിസ് മിനിസ്റ്റർ. എ ഡിസ്ഗൈസ് എന്നാൽ കപടവേഷം, സ്വരൂപം മറയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വേഷം മാറുക, അതായത് പ്രച്ഛന്ന വേഷം കിട്ടിയ രാജാവും ആൻഡ് ഹിസ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മന്ത്രിയും, കെയിം അക്രോസ് എ മാൻ. കം അക്രോസ് എന്നതിൻ്റെ പാസ്റ്റാണ് കെയിം അക്രോസ്. കം അക്രോസ് എന്നാൽ പെട്ടെന്ന് കാണുക, ആകസ്മികമായി കണ്ടുമുട്ടുക എന്നൊക്കെയാണ് അർത്ഥം. ഈ പ്രച്ഛന്നവേഷം കെട്ടിയ രാജാവും അദ്ദേഹത്തിൻ്റെ മന്ത്രിയും കാണാനിടയായി, കെയിം അക്രോസ് കാണാനിടയായി, എ മാൻ ഒരു പുരുഷനെ. ഹൂ ഹാഡ് ബ്രോട്ട് ഹിസ് ഗോഡ്സ് ദർ ഫോർ ഗ്രേസിങ്. ഹൂ ഹാഡ് ബ്രോട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആര്? ഈ രാജാവും മന്ത്രിയും ആകസ്മികമായിട്ട് കണ്ടുമുട്ടിയ ആ വ്യക്തി, ആ പുരുഷൻ, അദ്ദേഹം. ഹു എന്നാൽ അദ്ദേഹം എന്നുള്ള അർത്ഥമാണ്. ആ വ്യക്തിയെ പറ്റി പറയുകയാണ്. ഹു ഹാഡ് ബ്രോട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹിസ് ഗോഡ്സ് അദ്ദേഹത്തിൻ്റെ ആടുകളെ, ദർ അവിടേക്ക്, ആ മേച്ചിൽ സ്ഥലത്തേക്ക്, ഫോർ ഗ്രേസിങ്. ഗ്രേസ് എന്നാൽ പുല്ലുമേയുക, പുല്ല് തീറ്റുക, ഇതൊക്കെയാണ് അർത്ഥം. മേയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഗ്രേസിങ് മേയ്ക്കാൻ വേണ്ടിയിട്ട്, പുല്ല് തീറ്റിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആടുകളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദ കിങ് ഒബ്സേർവ്ഡ് ദാറ്റ് ദ ഗോഡ്സ് വേർ തിൻ ആൻഡ് സെഡ്. ദ കിങ് ഒബ്സേർവ് എന്നാൽ നിരീക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ കിങ് ഒബ്സേർവ്ഡ് രാജാവ് നിരീക്ഷിച്ചു, ദാറ്റ് അത്, ദ ഗോഡ്സ് വേർ തിൻ ആടുകൾ, തിൻ എന്നാൽ മെലിഞ്ഞ എന്നുള്ള അർത്ഥമാണ്. ആടുകൾ മെലിഞ്ഞതാണ് എന്ന് രാജാവ് നിരീക്ഷിച്ചു. ആൻഡ് സെഡ് നിരീക്ഷിച്ച് അദ്ദേഹം പറഞ്ഞു, ദീസ് ഗോഡ്സ് ആർ വെരി തിൻ, പെർഹാപ്സ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടു ഈറ്റ്. ദീസ് ഗോഡ്സ് ആർ വെരി തിൻ, ഈ ആടുകൾ, ഈ ആടുകൾ ആർ വെരി തിൻ ആകുന്നു, ആകുന്നു, വെരി തിൻ വളരെ മെലിഞ്ഞ, ക്ഷീണിച്ച എന്നൊക്കെയാണ് അർത്ഥം. ദീസ് ഗോഡ്സ് ആർ വെരി തിൻ, ഈ ആടുകൾ വളരെ മെലിഞ്ഞവരാണ്. പെർഹാപ്സ് എന്നാൽ ഒരു പക്ഷേ എന്നുള്ള അർത്ഥം. ഒരു പക്ഷേ, ദേ ആർ നോട്ട് ഗെറ്റിംഗ് അവർക്ക് ലഭിക്കുന്നില്ല, ഇനഫ് ടു ഈറ്റ്, ഇനഫ് എന്നാൽ ധാരാളം, വേണ്ടത്ര എന്നൊക്കെയാണ് അർത്ഥം. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടു ഈറ്റ് അവർക്ക് വേണ്ടത്ര ഭക്ഷിക്കാൻ കിട്ടുന്നില്ല. ടു ഈറ്റ് എന്നാൽ ഭക്ഷിക്കാൻ, ഇനഫ് എന്നാൽ വേണ്ടത്ര, ധാരാളം, അവർക്ക് വേണ്ടത്ര ഭക്ഷിക്കാൻ കിട്ടുന്നുണ്ടാവുകയില്ല എന്ന് രാജാവ് പറഞ്ഞു. ദ മിനിസ്റ്റർ ആർഗ്യൂഡ് ദാറ്റ് സംടൈംസ് മെൻ ആൻഡ് എനിമൽസ് റിമെയിൻ തിൻ. ദ മിനിസ്റ്റർ മന്ത്രി, ആർഗ്യൂ എന്നാൽ തർക്കിക്കുക, എതിരു പറയുക, ഇതൊക്കെയാണ് അർത്ഥം. ദ മിനിസ്റ്റർ ആർഗ്യൂഡ് മന്ത്രി എതിരു പറഞ്ഞു, ദാറ്റ് സംടൈംസ് ചിലപ്പോൾ, മെൻ ആൻഡ് എനിമൽസ് മനുഷ്യരും മൃഗങ്ങളും, റിമെയിൻ എന്നാൽ നിലകൊള്ളുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ, ജീവിച്ചിരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. മൃഗങ്ങളും മനുഷ്യരും, റിമെയിൻ നിലകൊള്ളുന്നു, തിൻ എന്നാൽ മെലിഞ്ഞ് മൃഗങ്ങളും മനുഷ്യരും ചിലപ്പോൾ നിലകൊള്ളുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഈറ്റിംഗ് ഡബിൾ ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫുഡ്. ഇൻ സ്പൈറ്റ് ഓഫ് ഈറ്റിംഗ് ഡബിൾ, ഇൻ സ്പൈറ്റ്
ഇൻസ്പൈറ്റ് ഓഫ് എന്നാൽ എന്നിട്ട് പോലും എന്നുള്ള അർത്ഥമാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഈറ്റിംഗ് ഭക്ഷിച്ചിട്ട് പോലും. ഡബിൾ എന്നാൽ ഇരട്ടിയായിട്ട് ഭക്ഷിച്ചിട്ട് പോലും. റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫുഡ്. റിക്വയർഡ് എന്നാൽ ആവശ്യമുള്ള എന്നുള്ള അർത്ഥമാണ്. എമൗണ്ട് എന്നാൽ അളവ്. എമൗണ്ട് ഓഫ് ഫുഡ് ഭക്ഷണത്തിൻ്റെ അളവ്. വേണ്ടതിലും ഇരട്ടിയായിട്ട് ഭക്ഷിച്ചിട്ട് പോലും എന്താണ് മൃഗങ്ങളും മനുഷ്യരും മെലിഞ്ഞ് നിലകൊള്ളുന്നു എന്ന് മന്ത്രി രാജാവിനോട് പറഞ്ഞു. ദ കിങ് ഗോട്ട് ഇറിറ്റേറ്റഡ്. ഇറിറ്റേറ്റ് എന്നാൽ ക്ഷോഭിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ് അസ്വസ്ഥതയുണ്ടാകുക, ശുണ്ഠി പിടിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദ കിങ് ഗോട്ട് ഇറിറ്റേറ്റഡ്. രാജാവ് ക്ഷോഭിച്ചു. ഹി ഫെൽറ്റ് ദാറ്റ് ദ മിനിസ്റ്റർ ഓൾവേസ് ആർഗ്യൂഡ് അൺനെസസറിലി വിത്ത് ഹിം. ഹി ഫെൽറ്റ് ദാറ്റ് അദ്ദേഹത്തിന് തോന്നി, രാജാവിന് തോന്നി. ദാറ്റ് ദ മിനിസ്റ്റർ ഓൾവേസ് മന്ത്രി ഓൾവേസ് എപ്പോഴും ആർഗ്യൂഡ് തർക്കിക്കുന്നു. അൺനെസസറിലി വിത്ത് ഹിം അദ്ദേഹവുമായിട്ട്. അൺനെസസറിലി എന്നാൽ അനാവശ്യമായി എന്നുള്ള അർത്ഥമാണ്. വിത്ത് ഹിം അദ്ദേഹത്തോട്. രാജാവിന് തോന്നി മന്ത്രി എപ്പോഴും എന്താണ് രാജാവിനോട് അനാവശ്യമായിട്ട് തർക്കിക്കുന്നു. ഇത് രാജാവിന് തോന്നി. മനുഷ്യരും മൃഗങ്ങളും ധാരാളം ഭക്ഷണം കഴിച്ചിട്ട് പോലും മെലിഞ്ഞിരിക്കുന്നു എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ. ഹി ബിലീവ്ഡ് ദാറ്റ് ഇഫ് ദ ഗോഡ്സ് വേർ ഫെഡ് പ്രോപ്പർലി ദേ ഷുഡ് നോട്ട് ബി സോ തിൻ. ഹി ബിലീവ്ഡ് അദ്ദേഹം രാജാവ് ബിലീവ്ഡ് വിശ്വസിച്ചു. ദാറ്റ് ഇഫ് ദ ഗോഡ്സ് വേർ ഫെഡ് പ്രോപ്പർലി ഈ ആടുകൾക്ക് ശരിയായി ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദേ ഷുഡ് നോട്ട് ബി സോ തിൻ അവർ ഇങ്ങനെ മെലിഞ്ഞിരിക്കുമായിരുന്നില്ല. രാജാവ് വിശ്വസിച്ചു. എന്താണ് ഈ ആടുകൾക്ക് വേണ്ടത്ര ശരിയായിട്ട് ഭക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ആടുകൾ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമായിരുന്നില്ല എന്ന് രാജാവ് വിശ്വസിച്ചു. ഹി വാണ്ടഡ് ടു പ്രൂവ് ഹിസ് പോയിന്റ്. ഹി വാണ്ടഡ് അദ്ദേഹത്തിന് വേണമായിരുന്നു. ടു പ്രൂവ് ടു പ്രൂവ് എന്നാൽ തെളിയിക്കുക. ഹിസ് പോയിന്റ്. പോയിന്റ് എന്നാൽ അഭിപ്രായം എന്നുള്ള അർത്ഥമാണ്. ഹിസ് പോയിന്റ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. രാജാവിന് രാജാവിൻ്റെ അഭിപ്രായം ശരിയാണ് എന്ന് തെളിയിക്കണമായിരുന്നു. സോ ഹി ആസ്ക്ഡ് ദ മിനിസ്റ്റർ ടു ബോറോ എ ഗോട്ട് ഫ്രം ദ മാൻ ആൻഡ് ടേക്ക് ഇറ്റ് ടു ഹിസ് ഹോം. സോ അതുകൊണ്ട് ഹി ആസ്ക്ഡ് എന്നതിന് ഇവിടെ ആവശ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഹി അദ്ദേഹം രാജാവ് ആസ്ക്ഡ് ആവശ്യപ്പെട്ടു. ദ മിനിസ്റ്റർ മന്ത്രിയോട്. ടു ബോറോ എന്നാൽ ഇവിടെ കടം വാങ്ങുക എന്നുള്ള അർത്ഥമാണ്. കടം വാങ്ങാൻ വേണ്ടിയിട്ട് മന്ത്രിയോട് രാജാവ് ആവശ്യപ്പെട്ടു. എ ഗോട്ട് ഒരു ആടിനെയാണ് കടം വാങ്ങാൻ മന്ത്രിയോട് രാജാവ് ആവശ്യപ്പെട്ടത്. ഫ്രം ദ മാൻ ആ പുരുഷൻ്റെ അടുക്കൽ നിന്നും. ആൻഡ് ടേക്ക് എന്നിട്ട് ടേക്ക് എന്നാൽ കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ്. ടു ഇറ്റ് അതിനെ ആ ആടിനെ. ടു ഹിസ് ഹോം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. ഹി വാണ്ടഡ് ദ ഗോട്ട് ടു ബി ഫെഡ് ഡബിൾ ദ എമൗണ്ട് ഓഫ് റിക്വയർഡ് ഫുഡ്. രാജാവിന് ആ ആടിന് ഭക്ഷണം കൊടുപ്പിക്കണമായിരുന്നു. ഡബിൾ ദ എമൗണ്ട് ഓഫ് റിക്വയർഡ് ഫുഡ് ആ ആടിന് അതിൻ്റെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളതിനും അപ്പുറത്തേക്കുള്ള അളവിൽ അതിലും കൂടുതലായിട്ടുള്ള ഡബിള് എന്നാൽ ഇരട്ടിയായിട്ടുള്ള അളവിൽ രാജാവിന് ആ ആടിന് ഭക്ഷണം കൊടുപ്പിക്കണമായിരുന്നു. ഹി ടോൾഡ് ദ മിനിസ്റ്റർ കോൺഫിഡൻ്റ്ലി യു ഷാൾ സീ ഹൗ ദ ഗോഡ് വിൽ ബിക്കം ഫാറ്റ്. അദ്ദേഹം രാജാവ് പറഞ്ഞു ദ മിനിസ്റ്റർ മന്ത്രിയോട് കോൺഫിഡൻ്റ്ലി എന്നാൽ ആത്മവിശ്വാസത്തോടെ രാജാവ് മന്ത്രിയോട് പറഞ്ഞു. യു ഷാൾ സീ നിങ്ങൾ കണ്ടേക്കും. ഹൗ ദ ഗോഡ് വിൽ ബിക്കം ഫാറ്റ് എങ്ങനെയാണ് ആട് എത്രമാത്രം ഫാറ്റ് എന്നാൽ തടിച്ചു കൊയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. തടിച്ചു കൊയ്ത്ത ഇതാണ് അർത്ഥം. ബിക്കം ഫാറ്റ് തടിച്ചു കൊയ്ത്തതാകുക എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ കാണും ആട് എത്രമാത്രം തടിച്ചു കൊയ്ക്കും എന്നുള്ളത് നിങ്ങൾ കാണുമെന്ന്
രാജാവ് മന്ത്രിയോട് പറഞ്ഞു. ദ മിനിസ്റ്റർ ടുക്ക് എ തിൻ ഗോഡ് ടു ഹിസ് ഹൗസ് ആൻഡ് സ്റ്റാർട്ടഡ് ഫീഡിങ് ദ ഗോഡ് വെരി വെൽ. ദ മിനിസ്റ്റർ മന്ത്രി, ടുക്ക് എന്നാൽ കൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്, എടുത്തു, ഇതൊക്കെയാണ് അർത്ഥം. എ തിൻ ഗോട്ട് ഒരു മെലിഞ്ഞ ആടിനെ, ടു ഹിസ് ഹൗസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. മന്ത്രി ഒരു മെലിഞ്ഞ ആടിനെ എടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആൻഡ് സ്റ്റാർട്ടഡ് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടഡ് ആരംഭിച്ചു. ഫീഡിങ് എന്നാൽ ഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചു. സ്റ്റാർട്ടഡ് ഫീഡിങ് ഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചു. ദ ഗോട്ട് ആ ആടിന് വെരി വെൽ വളരെ നന്നായിട്ട്, വളരെ നല്ല തോതിൽ അദ്ദേഹം ആ ആടിന് ഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചു. അറ്റ് നൈറ്റ് ഹി ആസ്ക്ഡ് ദ ബുച്ചർ ടു കീപ് എൻ ഐ ഓൺ ദ ഗോട്ട്. അറ്റ് നൈറ്റ് രാത്രിയിൽ, ഹി ആസ്ക്ഡ് അദ്ദേഹം മന്ത്രി, ആസ്ക്ഡ് ആവശ്യപ്പെട്ടു, ദ ബുച്ചർ ഈ ബുച്ചർ എന്നാൽ അറവുകാരൻ എന്നുള്ള അർത്ഥമാണ്. അറവുകാരനോട് ആവശ്യപ്പെട്ടു. ടു കീപ് എൻ ഐ ഓൺ. കീപ് എൻ ഐ ഓൺ എന്നാൽ ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥമാണ്. രാത്രിയിൽ മന്ത്രി ഈ അറവുകാരനോട് ആ ആടിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഓൺ ദ ഗോട്ട് ആടിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ദ ഗോഡ് വാസ് വെരി ഫ്രൈറ്റൻഡ് ഓഫ് ദ ബുച്ചർ ആൻഡ് ഹിസ് നൈഫ്. ദ ഗോഡ് വാസ് വെരി ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റൻഡ് എന്നാൽ വിരണ്ട എന്നുള്ള അർത്ഥമാണ്. ദ ഗോഡ് വാസ് വെരി ഫ്രൈറ്റൻഡ് ആ ആട് നന്നായിട്ട് ഭയപ്പെട്ടു. ഓഫ് ദ ബുച്ചർ ആൻഡ് ഹിസ് നൈഫ് ആ കശാപ്പുകാരനെയും ആ അറവുകാരനെയും, ആൻഡ് ഹിസ് നൈഫ് അദ്ദേഹത്തിൻ്റെ കത്തിയെയും. ഇത് കണ്ട് ആ കശാപ്പുകാരനെയും അദ്ദേഹത്തിൻ്റെ കത്തിയും കണ്ട് ആട് നന്നായിട്ട് ഭയന്ന് വിരണ്ടു. ആഫ്റ്റർ എ മന്ത് ദ കിങ് വാണ്ടഡ് ടു സീ ദ ഗോട്ട്. ആഫ്റ്റർ എ മന്ത് ഒരു മാസത്തിന് ശേഷം, ദ കിങ് വാണ്ടഡ് ടു സീ ദ ഗോട്ട് രാജാവിന് ആ ആടിനെ കാണണമെന്നായി. ഹി വാസ് സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ദ ഗോട്ട് ആസ് തിൻ ആസ് ഇറ്റ് വാസ് ഇൻ ദ മെഡോസ്. ഹി വാസ് സർപ്രൈസ്ഡ് രാജാവ് ആശ്ചര്യപ്പെട്ടു. ടു ഫൈൻഡ് ദ ഗോട്ട് ആ ആടിനെ കണ്ട് രാജാവ് ആശ്ചര്യപ്പെട്ടു. ആസ് തിൻ ആസ് ഇറ്റ് വാസ് ഇൻ ദ മെഡോസ് ആ ആട് മെലിഞ്ഞിട്ടായിരുന്നു. ആ മൈതാനത്ത് കണ്ടപ്പോൾ എങ്ങനെ മെലിഞ്ഞിട്ടായിരുന്നു, അങ്ങനെ ആ ആട് മെലിഞ്ഞിട്ടായിരുന്നു. അത് കണ്ട് രാജാവ് ആശ്ചര്യപ്പെട്ടു. ഹാവ് യു ഫെഡ് ദ ഗോഡ് പ്രോപ്പർലി ആസ്ക്ഡ് ദ കിങ്. ഹാവ് യു ഫെഡ് ദ ഗോഡ് പ്രോപ്പർലി നീ ആടിന് ശരിയായി ഭക്ഷണം കൊടുത്തിരുന്നോ? ആസ്ക്ഡ് ദ കിങ് രാജാവ് ചോദിച്ചു. യെസ് യുവർ മജസ്റ്റി ബട്ട് ലൈക്ക് ഓൾ ഹ്യൂമൻ ബീയിങ്സ്. യെസ് അതെ, ശരിക്കും ഭക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു ആടിന്. യുവർ മജസ്റ്റി എന്നാൽ ഈ രാജാവിനെ ബഹുമാനിച്ച് വിളിക്കുകയാണ് മന്ത്രി. ബട്ട് പക്ഷേ, ലൈക്ക് ഓൾ ഹ്യൂമൻ ബീയിങ്സ് എല്ലാ മനുഷ്യരെയും പോലെ, ഈവൻ എനിമൽസ് ഫെയിൽ ടു ഗെയിൻ വെയ്റ്റ്. ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥമാണ്. മൃഗങ്ങൾ പോലും ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു. അതല്ലെങ്കിൽ മൃഗങ്ങൾ പോലും ഭാരം കുറയുന്നു, ശരീരം മെലിയുന്നു എന്നുള്ള അർത്ഥമാണ്. ഇഫ് ദെയർ മൈൻഡ്സ് ആർ ഫുൾ ഓഫ് വറി ഓർ ഫിയർ റിപ്ലൈഡ് ദ മിനിസ്റ്റർ. എങ്ങനെയായാലാണ് മനുഷ്യരും മൃഗങ്ങളും പരാജയപ്പെടുന്നത് ഭാരം വഹിപ്പിക്കുന്ന കാര്യത്തിൽ? ഇഫ് ദെയർ മൈൻഡ്സ് ആർ ഫുൾ ഓഫ് വറി എന്നാൽ അവരുടെ മനസ്സിൽ മുഴുവനായിട്ടും വറി എന്നാൽ ആദി ക്ലേശം ഓർ അതല്ലെങ്കിൽ ഫിയർ ഭയമോ അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ക്ലേശമോ ഉണ്ടെങ്കിൽ അവർ പരാജയപ്പെടുന്നു ശരീരം ഭാരം വഹിപ്പിക്കുന്ന കാര്യത്തിൽ. റിപ്ലൈഡ് ദ മിനിസ്റ്റർ മന്ത്രി മറുപടി പറഞ്ഞു. ഹി ദെൻ ടോൾഡ് ദ കിങ് എബൌട്ട് ദ ബുച്ചർ. ഹി ദെൻ ശേഷം അദ്ദേഹം മന്ത്രി ടോൾഡ് പറഞ്ഞു ദ കിങ് രാജാവിനോട് എബൌട്ട് ദ ബുച്ചർ ആ അറവുകാരനെ പറ്റിയിട്ട് ശേഷം മന്ത്രി രാജാവിനോട് പറഞ്ഞു.
The king was impressed by the way the minister had proved his point. The king was impressed. രാജാവിന് മതിപ്പ് തോന്നി. By the way the minister had proved his point. മന്ത്രിയുടെ അഭിപ്രായം ശരിയാണ് എന്ന് തെളിയിച്ച രീതി കണ്ട് എന്താണ് രാജാവിന് മന്ത്രിയോട് മതിപ്പ് തോന്നി. He showered the minister with lots of gifts. He showered. അദ്ദേഹം രാജാവ് showered എന്നാൽ ചൊരിഞ്ഞു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. The minister മന്ത്രിയെ രാജാവ് ചൊരിഞ്ഞു. With lots of gifts ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ട് രാജാവ് മന്ത്രിയെ ചൊരിഞ്ഞു.